ഹലോ അസ്സലാമു അലൈക്കും. ഹാബിൻഡാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണ പച്ചടി കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു വെള്ളരിൻ്റെ പകുതി എടുത്തിട്ടുണ്ടേ. അപ്പോൾ നമുക്കിതൊന്ന് ചെത്തി ഇതിൻ്റെ ഒക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ഇങ്ങനെ ആക്കിയെടുക്കണം. നല്ല ചെറുതുമല്ല, അധികം വലിപ്പമില്ലാത്ത രീതിയിലാട്ടോ അത് അരിഞ്ഞെടുക്കേണ്ടി. നമ്മൾ ഓണക്കായി തുടങ്ങിയില്ലേ, നമുക്ക് ഇനിയിപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഓരോന്ന് ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഞാനിത് കഴിഞ്ഞല്ലോ ഇട്ടതാണ് കേട്ടോ. എന്നാലും നമ്മൾ ഓണക്കായതുകൊണ്ട് പുതിയതായ ആൾക്കാരൊക്കെ ഉണ്ടാവും, അവർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇടുന്നത്. ഓണം വരുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഒരു ഉഷാറല്ലേ. സാമ്പാർ, പച്ചടി, എല്ലാം പായസം ഒക്കെ ഉണ്ടാക്കാം. ഇപ്പം അതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്, തൊലിയൊക്കെ ചെത്തി. ഇതൊന്ന് കഴുകിയെടുക്കട്ടെ. അപ്പോൾ അതൊന്ന് അരിഞ്ഞെടുക്കണം. നമുക്ക് തീരെ ചെറുതാക്കണ്ട. ഈ വലിപ്പത്തിലാട്ടോ ഞാൻ അരിഞ്ഞെടുക്കണത്. വേണ്ട, ഇതൊന്ന് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. അപ്പം എന്തൊക്കെ ഉണ്ട് നിങ്ങളെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം. അപ്പം നമുക്ക് സുഖമില്ല, ഇനിയിപ്പോൾ കുറച്ചിങ്ങനെ കുറഞ്ഞ് വരുന്നുള്ളൂ. അതാണ് വീഡിയോ ഇടാൻ താമസം കേട്ടോ. എല്ലാവരും ക്ഷമിക്കണേ. അപ്പോൾ ഞാൻ അരിഞ്ഞൊക്കെ എടുത്ത് ഒരു ചട്ടി എടുത്ത് അതിക്ക് കഴുകിയിടുന്നുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അടുപ്പത്ത് വെക്കണം. കഴുകിയത് ഇന്ന് ഒന്നും കൂടി കഴുകിയെന്നുള്ളൂ. ഉപ്പിടണ്ട. ഇതിൽ ലേശം ഉപ്പിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം കേട്ടോ. കുറച്ചിട്ടാൽ മതി, പിന്നെ നമുക്ക് നോക്കിയിട്ടിടാം. അപ്പോൾ നമ്മൾ കുറച്ച് തേങ്ങ കേട്ടോ, ഒരു അരമുറി തന്നെ അല്ല, നമ്മൾ കുറച്ച് അളവിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിക്ക് പാകത്തിനുള്ള തേങ്ങ, ഒരു 3 പച്ചമുളക്, എരിവ് കുറഞ്ഞ മുളകായതുകൊണ്ടാണ് ഞാൻ 3 ചെറിയ പച്ചമുളക് എടുത്തത്. കുറച്ച് ജീരകം, ഒരു പിഞ്ച് ജീരകം, ചെറിയ ജീരകമാണേ. ഇനി നമുക്കിത് നല്ലപോലെ അരച്ചെടുക്കണം. അതിന് ജാറക്കിടും. മുളക് ആദ്യം ഇടും. അപ്പോൾ നമ്മളെ വെള്ളരി വെന്ത് വന്നിട്ടുണ്ടേ. നമുക്ക് തേങ്ങ ഒഴിക്കാം, അരച്ച് വെച്ച തേങ്ങ.
ഇതൊന്ന് തിളച്ചൊന്ന് ചൂടായി ഒന്ന് വരണം. ഞാനൊരു കുറച്ച് കടുക് ചതച്ച് വെച്ചാട്ടോ ഇതിക്കിടാൻ പോണ്. ഇത് ചതച്ചതാണ്, തേങ്ങയിൽ അരച്ചിയില്ല. തീയൊന്ന് കുറച്ചേക്ക്. ഇതിപ്പോൾ എല്ലാം ചൂടായി. തീ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് തൈര് ഇപ്പോൾ അത്യാവശ്യം പുളിയുള്ള തൈരാണ്. ഒന്ന് ചൂടായാൽ മതി, തിളക്കേണ്ട ആവശ്യമില്ല. തീ വളരെ കുറച്ചാണ് വെച്ചത്. നമ്മൾ തൈരൊക്കെ ഒഴിക്കുമ്പോൾ ലേശം തീ നല്ലപോലെ കുറക്കണത് നല്ലതാണ്. ഉപ്പൊന്ന് നോക്കട്ടെ. ഉപ്പ് കുറച്ച് വേണം. ഞാൻ ഈ കഷ്ണം അടുപ്പത്ത് വെച്ചപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടതേ. അപ്പം അത്രയും മതി. ഇനി നമുക്കിത് വാങ്ങി വെക്കാം. തോന തിളച്ചാൽ ഈ തൈരൊക്കെ ഒഴിക്കുമ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് ഇനി ഒന്ന് വറവിട്ടിട്ടാൽ മതി നമുക്ക്. ചട്ടി ഒന്ന് ചൂടാകട്ടെ. നമ്മളെ ഇത് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ചട്ടി ഒന്ന് ചൂടായിനെ. നമുക്ക് ലേശം എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയാണേ. ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയാണല്ലോ ഒഴിക്കേണ്ടിയത്. അപ്പം നമുക്കിന്ന് സാമ്പാർ പച്ചടിയൊക്കെയാണ് കേട്ടോ. സാമ്പാർ ഉണ്ടാക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ലേശം പച്ചടി ഉണ്ടാക്കാം. അപ്പോൾ അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് കടുക് ഇട്ടു. ഒരു അര സ്പൂൺ ഉണ്ടാവും കേട്ടോ. അത് നമുക്കത് പൊട്ടി വരുമ്പോൾ വറ്റൽമുളക് ഒരു 2 വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. മുറിച്ച് കുറച്ച് കറിവേപ്പിൻ്റെ ഇല. ഇതിങ്ങനെ ഇളക്കി കൊടുക്കാഞ്ഞാൽ മൊത്തം പൊട്ടി തെറിക്കും. അത് പൊട്ടി ഏകദേശം വരുന്നുണ്ട്. ഇതുണ്ടല്ലോ പൊട്ടിയാണ് തെറിപ്പ്. നമ്മൾ അടുപ്പത്ത് തന്നെ വെച്ചാൽ ഇനി അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും. ഇങ്ങനത്തെ ചട്ടി ആയതുകൊണ്ട് കേട്ടോ. കുഴിയുള്ള ചട്ടിയാണെങ്കിൽ അങ്ങനെ തെറിക്കൂലേ. ഇനി നമ്മൾ മുളകിട്ടു. കറിവേപ്പിൻ്റെ ഇല തീയൊന്ന് നോക്കാം.
ഇത് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റുമാണ്. നമുക്ക് ഇങ്ങനത്തെ കറിയൊക്കെ നല്ലതല്ലേ, നല്ല ടേസ്റ്റ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. സാമ്പാർ, പച്ചടി, എന്നിപ്പം എന്താപ്പം പറയുക, മീനും ഇറച്ചിയൊന്നും കഴിക്കണ്ടല്ലോ. നമുക്ക് ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി ഓണാകുമ്പോഴത്തേന് പായസം ഇനിയും വെക്കണം. ഒരു പായസം വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. ഉപ്പും പുളിയൊക്കെ പാകത്തിനായിരുന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരും. എല്ലാവരോടും അസ്സലാമു അലൈക്കും, നന്ദി, നമസ്കാരം.